ഇന്ന് ഞങ്ങൾ പോകുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലാണ്. ഇന്നത്തോടുകൂടി ഞങ്ങളുടെ ടൂറ് ഈ പരിപാടി ഇതോടുകൂടി കഴിയാണ്. ഇനി അടുത്ത വർഷം ഭാഗ്യം ഉണ്ടെങ്കിൽ പോവാം. ഈ ശിവക്ഷേത്രം കടലിനോട് ചേർന്നിട്ടാണുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുമ്പ് കടൽ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കടലിനകത്ത് അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ല, പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അവിടെ ആരും കളിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര തിരമാലയ്ക്ക് ഭയങ്കര ശക്തിയായിരുന്നു. നല്ലൊരു കനത്തിലായിരുന്നു തിരമാല വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരവിടെ അതിന് നിൽക്കുന്ന ആളുകൾ വിസിലടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, ആളുകൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ ഭാഗവും ആ കടലിന്റെ ആ വെള്ളത്തിന്റെ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല നീല കളറാണോ പച്ചയാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു കളറായിരുന്നു കടലിന്. അല്ല എന്നാലും അടുത്ത് പോയി കാണണ്ടേ? ഭയങ്കര ഒച്ചയായിരുന്നു. കടലിന്റെ തിരമാലയ്ക്കും ഭയങ്കര ശബ്ദമായിരുന്നു. അതുകൂടാതെ അവിടെയുള്ള ആളുകളുടെ ഒച്ചയും എല്ലാം കൂടെ അടുത്ത് പോയി എടുക്കണം, അപ്പൊ കറക്റ്റായിട്ട് കിട്ടും. നമ്മളില്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ടൂറോ അങ്ങനെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണം. കാരണം നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മറന്നിട്ട്. ഈ നിൽക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ എത്ര എൻജോയ് ചെയ്തിട്ടാണ് നിൽക്കണം നോക്ക്. ആ സമയത്ത് എല്ലാം മറന്ന് അങ്ങനെ സന്തോഷിച്ചിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. കാരണം ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ സമയം നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മളുടെ എല്ലാം കഷ്ടവും നഷ്ടവും എല്ലാം തീർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എവിടെയെങ്കിലും പോവാ, യാത്ര പോവുക, സന്തോഷിക്കാന്നൊക്കെ വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അപ്പം പിന്നെ മനുഷ്യന്റെ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പോലും നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾക്കൊരു അസുഖം വരാനാണെങ്കിലും നമ്മൾക്ക് സമയമോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നന്നായി ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കുക മാക്സിമം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പോകാൻ പറ്റുന്നവര് പോണം. പോകാൻ പറ്റുന്നവരെന്നല്ല, എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകണം. ഞാൻ അതിങ്ങനെ ടൂറൊന്നും പോകില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും ടെൻഷൻ അടിക്കാലോ. ഇതുപോലെ ബീച്ചിലൊക്കെ പോകുന്നവരുണ്ടല്ലോ, അവിടെ നിർദ്ദേശം തരാൻ ആളുണ്ടെങ്കിൽ അവര് പറയുന്നതിനനുസരിച്ച് നിൽക്കുക. ബീച്ചിനകത്ത് അപകടങ്ങൾ കൂടുതലായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അവര് ഇറങ്ങണ്ട എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കുട്ടികളെ അതുപോലെ സൂക്ഷിക്കുക. ഞാൻ കടലമ്മ കള്ളി എന്നുള്ളത് ഞാൻ എഴുതി വെച്ചു. പക്ഷെ കുറച്ച് മേലെയാണ് എഴുതിയത്. കാരണം അവിടെ എന്തായാലും വെള്ളം വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അത്രയും മേലേക്ക് എന്തായാലും വെള്ളം വരുമെന്ന്. പക്ഷെ കടലമ്മ കള്ളി എന്ന് എഴുതിയ എന്തായാലും എല്ലാ അമ്മമാർക്കും ദേഷ്യം വരുന്ന പോലെ തന്നെ കടലമ്മയ്ക്കും ദേഷ്യം വരുമെന്ന് എനിക്ക് മനസ്സിലായി.
അത്രയും മേലെ ലാസ്റ്റ് ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സമയത്ത് അത് മായ്ച്ചിട്ടാണ് വന്നത്, ഞങ്ങളല്ല കടല്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് കടലിന്റെ തിര വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓടും, എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷൻ ആക്കുന്നത്. ഇപ്പൊ ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വലിയ തിരമാലയാണല്ലോ ഇപ്പൊ അവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറെ നേരം കാത്തു നിന്നു. ഞങ്ങൾ കാത്തു നിന്നപ്പോ ഒരു തിരമാലയും വന്നില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും വിട്ടില്ല. തിരമാല വന്നാലും ഞങ്ങൾ അവിടെ പോയിട്ട് തിരമാലയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ തിരിച്ചോടി വന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ കിട്ടി ഞങ്ങൾക്ക്. ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ്. പക്ഷെ എന്താണെന്നറിയോ, ഇതിനകത്ത് പാട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരില്ലേ. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഷോർട്ടായിട്ട് വേറെ ഇടുന്നതായിരിക്കും ഈ പാട്ട് ഇട്ടിട്ട്. ഡ്രസ്സ് നനയാതെ വന്നതിന്റെ സന്തോഷം എന്താ ചിരി. ഇത് കടലിൽ നിന്ന് കേറി പോകുന്ന ഭാഗമാണ്. അവിടെ ഇങ്ങനെ കുറേ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ശിവക്ഷേത്രത്തിന്റെ പുറത്തുള്ള ഒരു അമ്പലമാണ്. ഏതാണെന്നൊന്നും ഞങ്ങൾ പിന്നെ അവിടെ തൊഴാനൊന്നും പറ്റില്ല, എന്താ സമയമായി തോന്നുന്നു, അവിടെയൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ ശിവക്ഷേത്രത്തിനകത്താണ് പോയത്. എന്നിട്ട് ക്ഷേത്രത്തിനകത്ത് തൊഴാൻ പറ്റില്ല, കാരണം 5 മണിക്ക് ശേഷം പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പൊ തൊഴുതിട്ട് പിന്നെ നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരുന്നത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ആ ശില്പത്തിന് മുമ്പില് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജനമായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനേ പറ്റില്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാരും ഇപ്പൊ മാലയിട്ടിട്ടും എല്ലാരും മലയ്ക്ക് പോണ ആ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. കുട്ടിക്ക് അവിടെ നിന്ന് മനസ്സമാധാനത്തോട് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ല. എന്താണെന്നറിയോ, അത്ര സൗണ്ടായിരുന്നു ആളുകളുടെ. എന്നിട്ടും അവൻ മാക്സിമം പ്രാർത്ഥിക്കാൻ പറ്റുന്ന അത്രയും ഓം നമഃശിവായ ഓം നമഃശിവായ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനി നിന്ന് കഴിഞ്ഞ് വെച്ചാൽ വരുന്ന ലേറ്റ് ആവും. ലാസ്റ്റത്തെ ദിവസമാണ് ടൂർ പോയതിന്റെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കോവളം ബീച്ചിലാണ്. എന്തായാലും പോവല്ലേ, അപ്പൊ ഇത്രയും നാള് പോയപ്പോഴും അധികം ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയില്ല. അപ്പൊ ഇവിടെ അറം മാറ്റിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ തിരമാലകൾക്ക് ശക്തി കുറച്ച് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റി. ഒരു പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടാവില്ല, കാരണം കുറെ ന്യൂസൊക്കെ കേട്ടപ്പോൾ ഭയങ്കര പേടിയായി. ഇപ്പോ നേരത്തെ അവിടെ ഞങ്ങൾ പോണ സമയത്ത് അങ്ങനെ ന്യൂസൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, കടലിൽ പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു.
പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്താണ് അവിടുത്തെ രാത്രിയിലത്തെ ആ വ്യൂ നല്ല ഭംഗിയുണ്ടല്ലേ. എന്തായാലും ടൂർ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പുതിയ പ്രശ്നങ്ങളും പഴയ പ്രശ്നങ്ങളിലോട്ടൊക്കെ ഞങ്ങൾ വീണ്ടും കടക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്, സർപ്രൈസുകൾ വരുന്നുണ്ട്. ബൈ.